നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട്. എടോ, താൻ ഇത്രയും വലിയ കുഴുത്തുരുമ്പായി പോയല്ലോ. എന്ത് കണ്ടാലും നെഗറ്റീവ് മാത്രം ചിന്തിക്കാൻ. ബി പോസിറ്റീവ് മാൻ. എ പോസിറ്റീവ്. എന്താണ്? മൂത്രം. അല്ല, ബ്ലഡ്. ഒരൊറ്റ തൊഴി വെച്ചെന്നുണ്ടല്ലോ. എന്റെ പടച്ചോനെ, ഇങ്ങനെ ഉണ്ടാ കള്ളുകുടിയന്മാര്. ആതിര നാടകം കളിച്ചത് ഇന്നലെ വരെ മാത്രം. നമ്മൾ തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എനിക്ക് അറിയ പോലും ഇല്ലല്ലോ. നിനക്ക് കല്യാണം കഴിക്കാൻ കളക്ടർ തന്നെ വേണമല്ലേ? എന്നെ കെട്ടാൻ എന്ത് യോഗ്യതയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്? ആതിരക്കുട്ടി എന്നുള്ള വിളി അതിന് വേണ്ട. കാവേരി, എന്താ വിശ്വട്ടാ? നീ എന്നെ തോൽപ്പിക്കാൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഒരിക്കലുമല്ല. തോറ്റുപോയ കുറച്ചുപേരെ ഒന്ന് ജയിപ്പിക്കാനുള്ള ശ്രമത്തില. അരങ്ങ് മുഷിപ്പിക്കാതിരിക്കാനാ കാലത്ത് ഞാനൊന്നും പറയാത്തത്. നീ ആരോട് ചോദിച്ചിട്ടാ ഈ വീടിന്റെ മുന്നില് കണ്ട വൃത്തികെട്ട ബോർഡൊക്കെ കൊണ്ടുവച്ചത്? വൃത്തികെട്ട ബോർഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അതിലെഴുതിയ അക്ഷരങ്ങൾ ശരിയായില്ല എന്നാണോ, അതോ ആശയം ശരിയായില്ല എന്നാണോ? എന്താ വിശ്വട്ട ആ ബോർഡുകൾക്ക് കുഴപ്പം? എല്ലാം നല്ല അന്തസ്സല്ലേ? മാണിക്യമംഗലത്തെ വീടിന് അഭിമാനമല്ലേ എന്ന് കാണുന്നവർക്കും കൂടെ തോന്നണ്ടേ? കാണുന്ന എല്ലാവർക്കും തോന്നും, വിശ്വേട്ടൻ ഒഴികെ. മാണിക്യമംഗലത്ത് ഗുരുകുലം, ദൈവീക കലകളായ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്ന സരസ്വതി ക്ഷേത്രം. മാണിക്യമംഗലത്ത് ഗാർമെന്റ്സ്. നൂതന വസ്ത്ര വിപണിയിലേക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ ശക്തമായ ചുവടുവയ്പ്. അഡ്വക്കേറ്റ് ജനനി സേതുമാധവൻ. നിയമരംഗത്ത് പുതിയ വിപ്ലവം തീർക്കാൻ മിടുക്കിയായ ഒരു യുവ അഭിഭാഷകയുടെ അരങ്ങേറ്റം. ഇതിലെവിടെയാ വിശ്വട്ട അപമാനം? ആര് കേട്ടാലും മാണിക്യമംഗലത്തുകാരുടെ ഉയർത്തെഴുന്നേൽപ്പെന്നല്ലേ പറയൂ. കൊള്ളാം, നീ നന്നായി സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. താങ്ക് യു. ഈ അഹങ്കാരവും ആത്മവിശ്വാസവും എന്നും കൂടെ ഉണ്ടാവണം. തകർന്ന് തരിപ്പണമായി നിലം പതിക്കുമ്പോഴും. ഏതായാലും നല്ല രസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ചും ഈ സെറ്റും മുണ്ട് കൊടുത്തപ്പോൾ മോളെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഫംഗ്ഷനിലെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് മോളുടെ ആയിരുന്നു കേട്ടോ. ഓ, ഞാനങ്ങ് ഞെട്ടിപ്പോയി. എന്താ പുതിയൊരു ഭാവപകർച്ചയൊക്കെ ആയിട്ട് വീണ്ടും എന്നെ പറഞ്ഞു പറ്റിച്ച് കുപ്പിയിൽ ഇറക്കാന്ന് വിചാരിച്ചാണോ? നിങ്ങൾ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? നാണയില്ല മനുഷ്യ എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ. ദേഷ്യം. ഞാൻ എന്തിനാ നാണിക്കുന്നത്? ഞാൻ താലി കെട്ടിയ പെണ്ണല്ലേ നീ. ആ ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ ചതിക്കുമായിരുന്നോ? ഞാൻ എന്ത് ചതി ചെയ്തെന്നാ മോളെ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. ചതിച്ചത് അവളാ, എന്നെ. മനുഷ്യനല്ലേ, ഒരു ദുർബല നിമിഷത്തില്
അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതോർത്ത് എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് മോളെ. നീ എന്നോട് പൊറുക്കണം. ഞാൻ വേണമെങ്കിൽ അവളുടെ കാല് പിടിക്കാം. കാലെന്ന് കാണിച്ചേ. മാറണ്ട, നാണം കെട്ടവനെ. എന്നെ തൊട്ടു പോരുത്. നീ തൊട്ടാ പിന്നെ ഗംഗാ നദിക്ക് പോലും എന്നെ ശുദ്ധീകരിക്കാൻ പറ്റില്ല. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്നെ എന്തൊക്കെയാ വിളിക്കുന്നേ? എടാ പോടാന്നോ? ഗുരുത്വദോഷം വലിച്ചു വെക്കല്ലേ മോളെ. നിങ്ങൾ അങ്ങനെ വിളിക്കാതിരുന്നല്ല ഞാൻ ഗുരുത്വദോഷമാവുന്നത്. നിങ്ങൾ എനിക്ക് കാണുന്നത് പോലും വെറുപ്പാ. ഇനി മേലെ ഈ കള്ളക്കണ്ണീരും കൊണ്ട് എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ. മോളെ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല, ഒരബദ്ധം പറ്റിപ്പോയതാ. ദയവ് ചെയ്ത് നീ എന്നോട് പുറത്ത് മാപ്പാക്കണം. എന്നിട്ട് എന്തിനാ? നിന്റെ കൂടെ ജീവിക്കാനോ? അതിലും ഭേദം വല്ല ട്രെയിനും തലവെക്കുന്നതാ. നാണോ മാനും കേട്ട ജന്തു. പോടാ, ഇറങ്ങി പോടാ. മൈഥിലി മോളെ. അവന്റെ ഒരു മോള്. നിന്റെ പഞ്ചാര വർത്താനം കേട്ട് സ്വപ്ന ലോകത്ത് ഞാൻ ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ആ മൈഥിലി ചത്തു. ഇത് പുതിയ മൈഥിലിയാ. നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മൈഥിലി. കടന്നു പോടാ. ഒച്ച വെക്കല്ലേ മോളെ. ഒച്ചവയ്ക്ക് മാത്രമല്ല, ഇനി നീ ഇവിടുന്ന് ഇറങ്ങി പോയില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് ഞാൻ പുറത്താക്കും. നിനക്കെന്താ മോളെ, വട്ടു പിടിച്ചോ? അതെ, എനിക്ക് വട്ട. വട്ടന്മാരാരെങ്കിലും കൊന്നാലേ കേസില്ലെന്ന് നിനക്കറിയാലോ. കൊല്ലും ഞാൻ നിന്നെ. ജീവൻ വേണമെങ്കിൽ ഇറങ്ങി പോ. പോടാ. എന്റെ ലവലാതി. ഡീ, നീ എന്തിനാടി ഈ പുതിയ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? എന്നെ തകർക്കാനല്ലേ? സംശയം എന്താ? അതിന് തന്നെയാ. കാശ് മുടക്കി ഇനിയിപ്പോ പുറത്തുനിന്നൊരു വക്കീലിനെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ മാണിക്യമംഗലത്ത് തന്നെ വാദിക്കാൻ ഒരുപാട് കേസുകൾ ഉണ്ടല്ലോ. ആദ്യം ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് മെറ്റൽഡ വധക്കേസായിരിക്കും. അതാവുമ്പോ സാക്ഷിയും തെളിവൊന്നും പുറത്തൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഞാനല്ലേ, എല്ലാം എന്റെ കയ്യിലല്ലേ. എല്ലാം നിന്റെ കയ്യിലാണെന്നുള്ള അഹങ്കാരവും നിനക്ക്. എന്താ, എനിക്ക് അഹങ്കരിച്ചൂടെ? എടി, ഇതൊക്കെ വെറും താൽക്കാലികവാടി. നീ നോക്കിക്കോ, നിന്റെ ഈ ചാട്ടത്തിനെ നീ എണ്ണി എണ്ണി കണക്ക് പറയേണ്ടി വരും. അത് ശരി. ഞാൻ അങ്ങോട്ട് നടത്തേണ്ട ഭീഷണിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ടായോ? എടി, നീ ആരെയാടി ഭീഷണിപ്പെടുത്തി കാണിക്കുന്നത്? നിനക്കെന്റെ ശരിയായ സ്വഭാവം അറിയില്ല. ഇതിൽ കൂടുതൽ എന്തറിയാനാ? മൂർഖന്റെ കൂട്ടിൽ വളർന്ന അണലിയിൽ നിന്ന് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാ? നിന്റെ പ്രതീക്ഷകൾക്ക് മേലെയാടി ഞാൻ. ദേ, നീ താങ്ങില്ല ജനനി. വെറുതെ എന്റെ വഴി മുടക്കാൻ നിൽക്കാതെ ജീവൻ വേണമെങ്കിലേ രക്ഷപ്പെടാൻ നോക്ക്. ഇത്ര കാലം ഭൂമിയിൽ ജീവിച്ചോളാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന ഈ ഭീഷണിപ്പെടുത്തുന്നേ? കൊല്ലുവെന്നോ? എന്നാ കൊല്ല്. നിങ്ങൾ എന്നെ കൊന്നാലും ഈ കേസ് പറയാൻ തെളിവുകളുമായിട്ട് കോടതിയിലെത്താൻ വേറെ ആളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തേ, ഞെട്ടിയോ? നിങ്ങൾ ഞെട്ടാൻ പോകുന്നതേ ഉള്ളൂ. ജനനി രണ്ടും കൽപ്പിച്ച എന്തിന്റെ പേരിലാണെങ്കിലും നിരപരാധിയായ ഒരു പാവം പെണ്ണിനെ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നവനാ നിങ്ങള്.
മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന ജീവികളെ പോലും ഭക്ഷണത്തിൽ വിഷം വെച്ച് കൊല്ലരുത്. ഭക്ഷണം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. നിങ്ങൾ കൊന്നത് മെറ്റൽഡെ മാത്രമല്ല, എന്നെയും കൂടിയാ. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇറങ്ങിയ എന്നെയും കൂടിയാ. ഒരു തരത്തിലും നിങ്ങൾ ദയ അർഹിക്കുന്നില്ല. പരമാവധി ശിക്ഷ, നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ, അത് ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരും.